ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫാറ്റി ലിവർ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാമെന്ന് പല രോഗികളോടും പറയുമ്പോൾ അവർക്കെല്ലാം വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു 25-45 വയസ്സിന് ഇടയിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്കാനിങ് ചെയ്തപ്പോൾ ഫാറ്റി ലിവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്ടർ ട്രൈഗ്ലിസറൈഡ്സും അതുപോലെ തന്നെ ലിവർ എൻസൈംസും പ്രത്യേകിച്ച് SGPT പോലെയുള്ള ലിവർ എൻസൈംസ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഒന്ന് നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ആണെന്ന് കൺഫേം ആക്കി കഴിഞ്ഞാൽ അതെങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും പ്രത്യേകിച്ച് ഈ പ്രായപരിധിയിലുള്ളവർ 25-45 ഇടയിലുള്ളവർക്കാണ് ഇന്ന് കൂടുതലായിട്ട് ഫാറ്റി ലിവർ കണ്ടുവരുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് പല ആളുകളും പ്രത്യേകിച്ച് യുവാക്കളിലൊക്കെ സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കഹോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല ഡ്രിങ്ക്സുകൾ കഴിച്ചു തുടങ്ങുന്നതൊക്കെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കുറേ കഴിഞ്ഞ് പിന്നീട് ഒരു സ്കാനിങ് ചെയ്ത് നോക്കുമ്പോൾ ഫാറ്റി ലിവർ കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഡയറ്റിലും അവരുടെ ലൈഫ് സ്റ്റൈലിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വരാതിരിക്കാനും അത് പൂർണ്ണമായിട്ട് മാറ്റാനും കഴിയും. ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നതും ഫാറ്റി ലിവർ മാറ്റിയെടുക്കാനുള്ള ഒരു 10 ടിപ്സാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. എന്താണ് ഫാറ്റി ലിവർ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൽ ഒരു 5% ഫാറ്റ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ, 5% കൊഴുപ്പ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫാറ്റി ലിവർ എന്ന് പറയും. പലരും വിചാരിച്ചിട്ടുള്ളത് ഈ കൊഴുപ്പ് എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ ആണെന്നാണ്. പക്ഷെ കൊളസ്ട്രോളിനെ അല്ല നമ്മൾ കൊഴുപ്പ് എന്ന് പറയുന്നത്. അതിലുള്ള ട്രൈഗ്ലിസറൈഡ്സ് എന്നുള്ളൊരു കണ്ടന്റ് ഉണ്ട്. അത് കൂടുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവർ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവാറുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് പ്രത്യേകിച്ച് ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. അതൊരു 150 മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള കൊഴുപ്പ് ലിവറിൽ അടിയാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ യുവാക്കളിൽ കാണുന്നത് ആൽക്കഹോൾ കൂടുതൽ കഴിക്കുന്നവരിൽ, അല്ലെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ആളുകളിൽ നിർബന്ധമായിട്ടും നമ്മൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് ചെക്ക് ചെയ്യണം. അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പല ആളുകളും വന്ന് പറയാറുള്ളത്, ഡോക്ടറെ വെയിറ്റ് ഒക്കെ നോർമലാണ്, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഫാറ്റി ലിവർ വന്നു എന്ന് ചോദിക്കാറുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് അടിവയറ്റിൽ കൊഴുപ്പടിയുന്നുണ്ടാവും. വെയിറ്റ് അവർ പക്കാ നോർമലായിരിക്കും, പക്ഷെ അവർ അടിവയറ് നോക്കുമ്പോൾ അല്ലെങ്കിൽ വയറ് കുറച്ച് തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അത്തരത്തിൽ അടിവയറ്റിൽ കൊഴുപ്പടിയുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ലിവറിന് ചുറ്റും കൊഴുപ്പടിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ മെലിഞ്ഞ ആൾക്കാരും വരാറുണ്ട്. ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2 ഒക്കെ ആയിട്ട് മെലിഞ്ഞ ആളുകളും റിപ്പോർട്ട്സുമായിട്ട് വരാറുണ്ട്. അപ്പോൾ അവരിൽ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷനാണ്. ഈ ഇൻസുലിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അത് കാരണം അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം അവർക്ക് ഫാറ്റ് കൊഴുപ്പടിയും. അതുവഴി അവർക്ക് മറ്റ് പല അസുഖങ്ങളും, പ്രത്യേകിച്ച് ഷുഗർ പോലെയുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശരീരപ്രകൃതി വെച്ച് മാത്രം നമുക്ക് ഈ ഫാറ്റി ലിവർ വരുമോ വരില്ലേ എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് മെലിഞ്ഞവർക്ക് വരാറുണ്ട്, തടിച്ച ആളുകൾക്ക് വരാറുണ്ട്. പക്ഷെ നോർമൽ വെയിറ്റ് ആണ്, പക്ഷെ അടിവയറ്റിൽ കൊഴുപ്പടിയുന്ന ആളുകൾക്കും കൂടുതലായിട്ട് വരാറുണ്ട്. പിന്നെ മറ്റൊരു സംഗതി നമ്മൾ കാണാറുള്ളത് കൂടുതലായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് പാരസിറ്റാമോൾ തന്നെ ഒരുപാട് കാലം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലിവറിന്, കോശങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ട് ലിവർ ഫാറ്റ് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ മരുന്നുകൾ എന്ന് പറയുമ്പോൾ മറ്റ് പല കോൺട്രാസെപ്റ്റീവ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ, ഈസ്ട്രോജൻ കണ്ടന്റ് ഉള്ള ഹോർമോൺ പിൽസുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസറസ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നമുക്ക് സൈക്യാട്രിക് ഡ്രഗ്സ് ഒരുപാട് കാലം ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിൽ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തൈറോയിഡ് കണ്ടീഷൻ കൺട്രോൾ ചെയ്യാത്ത കേസുകളിൽ, തൈറോയിഡ് ഹോർമോണിൻ്റെ ഇംബാലൻസ് വരുന്ന കണ്ടീഷനിലും ഫാറ്റി ലിവർ കാണാറുണ്ട്. PCOD ഉള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ഫാറ്റി ലിവർ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ശരീരം പുറത്തേക്ക് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. പലപ്പോഴും നമ്മളൊരു 10-15 വർഷം കഴിഞ്ഞ് ഫാറ്റി ലിവർ തുടക്കത്തിലേ വന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അറിയില്ല. ഒരു 10-15 വർഷം കഴിഞ്ഞ് നമ്മൾ ആക്സിഡൻ്റലി വേറെ എന്തിനെങ്കിലും ഒരു സ്കാനിങ് എടുക്കുമ്പോഴായിരിക്കും
ഫാറ്റി ലിവർ കണ്ടെത്തുക. അപ്പോൾ ആ ഒരു 10-15 വർഷത്തിനിടയ്ക്ക് നമ്മൾ കണ്ടെത്താതെ പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരുപാട് നീർക്കെട്ടും ഇൻഫ്ലമേഷൻസും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി നമ്മുടെ ബ്രെയിനിന് വരെ നമുക്ക് ടയേർഡ്നെസ്, പ്രത്യേകിച്ച് ഒരു ക്ഷീണം, മന്ദപ്പൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കണ്ടെത്താതെ കുറേ കാലം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരം പൊതുവെ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ പൊതുവെ ഒരു തളർച്ച, ക്ഷീണം, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വയറിൻ്റെ ഒക്കെ വലത് ഭാഗത്ത്, ലിവർ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ഫുൾനെസ്, അതായത് എപ്പോഴും അവിടെ ഒരു കനം അനുഭവപ്പെടുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വേദന അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ PCOD ഉള്ള പെൺകുട്ടികളിലൊക്കെ ഫാറ്റി ലിവറും കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് കഴുത്തിലൊക്കെ ഒരു കറുത്ത പാടുകൾ ഇതുപോലെ കാണാറുണ്ട്. അതുപോലെ തന്നെ മുഖത്ത് മുഖക്കുരു വരാറുണ്ട്, ശരീരത്തിൽ നീര് അനുഭവപ്പെടുക, അതുപോലെ തന്നെ കൈകാലുകളിലൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുക. ഇത്തരത്തിലുള്ള ഒരുപാട് ലക്ഷണങ്ങൾ നമുക്കൊരു ലേറ്റർ സ്റ്റേജിലൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വാർണിംഗ് സൈനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് കൂടുതലായിട്ട് ഛർദി, ഏത് ഭക്ഷണം കഴിച്ചാലും ഛർദി വരിക, ഓക്കാനം വരിക, ഒരു ഭക്ഷണത്തിനോട് ഒരു മടുപ്പ് തോന്നുക, വയറെപ്പോഴും ഒരു ടൈറ്റായിട്ട് ഫുള്ളായിട്ട് ഇരിക്കുന്ന പോലെ തോന്നുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ലിവറിൻ്റെ ഫങ്ഷൻസ് കുറഞ്ഞു വരുന്നൊരു അവസ്ഥയിലാണ് ഈ ഒരു ലക്ഷണങ്ങളും കൂടെ കാണിക്കാറുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ ഫാറ്റി ലിവർ കണ്ടെത്തി അതിനനുസരിച്ചുള്ളൊരു നമ്മൾ പ്രിവെൻറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഇത്തരം രോഗാവസ്ഥകളെ മാറ്റിയെടുക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ തന്നെ പറയാൻ പറ്റും. കാരണം ഇത്തരം കേസുകൾ നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഫാറ്റി ലിവർ മാറിയവരുണ്ട്. ഗ്രേഡ് 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പല പേഷ്യൻസിനോട് നമ്മളിത് ആദ്യം പറയുമ്പോൾ അവർക്കൊക്കെ അത്ഭുതമാണ് ഈ ഫാറ്റി ലിവറൊക്കെ മാറുമോ എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, അതുപോലെ ഡയറ്റിൽ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം ചില കേസുകളിൽ മരുന്നുകളും കൂടെ എടുക്കുന്നതോടൊപ്പം നമ്മൾ കൃത്യമായിട്ട് വ്യായാമം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്നൊരവസ്ഥ കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ചില കേസുകളിൽ, പ്രത്യേകിച്ച് ചില ആളുകളിലൊക്കെ ഫാറ്റി ലിവർ ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. നമ്മൾ ഈ മുകളിൽ പറഞ്ഞ റിസ്ക് ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കൂടുതലുള്ള ആളുകളോട് നമ്മൾ പറയാറുണ്ട്. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ PCOD ഉള്ള ആളുകളോട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. തൈറോയ്ഡ് രോഗമുള്ള ആളുകളോട് ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കാലം മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ടൈപ്പ് 2 പ്രമേഹ രോഗികൾ, BP കൂടുതലുള്ളവർക്ക്, അവർക്കൊക്കെ നമ്മൾ ഒരു സ്കാനിങ് നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട്. കാരണം ഈ ഫാറ്റി ലിവർ നമ്മൾ കൂടുതലായിട്ട് കണ്ടെത്തുന്നത് സ്കാനിങ്ങിലൂടെയാണ്, അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ്. ഒരിക്കലും നമുക്കൊരു ലിവർ എൻസൈം ടെസ്റ്റ്, അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്കൊരു ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ കഴിയില്ല. കാരണം പല ആളുകളിലും ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉള്ള പല ആളുകളിലും നമ്മൾ ലിവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ, എൻസൈം ടെസ്റ്റ് ചെയ്യുമ്പോൾ SGPT ഒക്കെ നോർമൽ ആയിരിക്കും. അപ്പോൾ അവർ വിചാരിക്കും ഫാറ്റി ലിവർ ഒന്നുമില്ല, ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ച് പോകും. പക്ഷെ അവരെ സ്കാനിങ് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഫാറ്റി ലിവറും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട്, ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാനിങ്. CT MRI ഒന്നും വേണ്ട, ഒരു അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലേറ്റർ സ്റ്റേജിൽ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് SGPT പോലെയുള്ള ലിവർ എൻസൈംസ് ഇത്തരം കേസുകളിൽ, പ്രത്യേകിച്ച് ലിവറിനൊക്കെ നീർക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതലായിട്ട് SGPT കൂടുതലായിട്ട് കാണാറുണ്ട്. നോർമൽ ലെവൽ ഒരു 50 അതിൽ വരാറുള്ളത്, പക്ഷേ 100, 150, 200 വരെ SGPT ലെവൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ അവർ ഇൻസുലിൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ വളരെ കൂടുതലായിരിക്കും. അതുപോലെ ചില കേസിൽ HbA1c കൂടുതലായിരിക്കും. ചില കേസുകളിലാണെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ്, അതായത് നമ്മൾ ചീത്ത കൊഴുപ്പിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ട്രൈഗ്ലിസറൈഡ്സും കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ, അല്ലെങ്കിൽ ഫാറ്റി ലിവർ മൂത്തിട്ട് അതിന് ഇൻഫ്ലമേഷൻ വന്ന്, ലിവറിന് ഇൻഫ്ലമേഷൻ വന്ന് വേറെ എന്തെങ്കിലും കണ്ടീഷനിലേക്ക് അത് പോകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഫാറ്റി ലിവറിനെ കുറിച്ച് ഏകദേശം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അല്ലെ ആരിലൊക്കെയാണ് വരുന്നത്, എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഇത് മാറാൻ, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് മാറാൻ സഹായിക്കുന്ന ഒരു 10 ടിപ്സാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. പല വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഇത് കഴിക്കരുത്, മറ്റേത് കഴിക്കരുത്, അത് ഒഴിവാക്കുക, ഇത് ഒഴിവാക്കുക, ഒരുപാട് ഒഴിവാക്കാനുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു 5 കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഭക്ഷണ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇത് ഉൾപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫാറ്റി ലിവർ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഹൈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹൈ ഫാറ്റ്, നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഡയറ്റും കൂടെ ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഹൈ ഫൈബർ, ഹൈ പ്രോട്ടീൻ ആൻഡ് ഹൈ
ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അവസ്ഥയെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈ ഫൈബർ ഡയറ്റ്. ഹൈ ഫൈബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ധാന്യങ്ങൾ. ഫ്രൂട്ട്സിൽ നമുക്കറിയാം ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ വിറ്റാമിൻ സി കണ്ടന്റ് ഉള്ള ചെറുനാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച്, മുസംബി പോലെയുള്ള അല്ലെങ്കിൽ മുന്തിരി, ബെറീസ്, ബ്ലാക്ക് ബെറീസ് ആവാം, അല്ലെങ്കിൽ സ്ട്രോബെറി ആവാം, അല്ലെങ്കിൽ മുന്തിരി ആവാം. ഇത്തരത്തിലുള്ള ബെറീസ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഒരു നേരം സാലഡിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി ഫ്രൂട്ട്സ് വാങ്ങാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് നമ്മളെ ഇലക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഒരു നേരം നിർബന്ധമായിട്ടും ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കോളിഫ്ലവർ അല്ലെങ്കിൽ ബ്രൊക്കോളി. അത് വളരെയധികം ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന 2 വെജിറ്റബിൾസ് ആണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാ ഇലക്കറികൾ ഡെയിലി ഒരു നേരം സാലഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ചോളം, ഗോതമ്പ്, അല്ലെങ്കിൽ തവിട് കളയാത്ത അരി അല്ലെങ്കിൽ രാഗി പോലെയുള്ള ഭക്ഷണങ്ങൾ ഒരു നേരം അപ്പമാക്കിയിട്ടോ അല്ലെങ്കിൽ പുട്ടാക്കിയിട്ടോ ഒക്കെ ഒരു നേരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആവാം, അല്ലെങ്കിൽ ഫിഷുകളാവാം, അല്ലെങ്കിൽ മുട്ട 1-2 ഡെയിലി മുട്ട കഴിക്കാം. ഇത്തരത്തിൽ അല്ലെങ്കിൽ നട്ട്സുകൾ കഴിക്കാം, അല്ലെങ്കിൽ ചനക്കടല അല്ലെങ്കിൽ കടല പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാം. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്, നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിലേക്ക് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കാരണം നല്ല കൊഴുപ്പ് ലിവറിലേക്ക് എത്തിയാൽ മാത്രമേ ഈ ചീത്ത കൊഴുപ്പിൻ്റെ ഉൽപ്പാദനം കുറയുള്ളൂ. അതായത് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഉൽപ്പാദനം കുറയണം എന്നുണ്ടെങ്കിൽ നല്ല കൊഴുപ്പ് കൂടുതലായിട്ട് ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് അവക്കാഡോ, നമ്മുടെ ബട്ടർ ഫ്രൂട്ടിന് സീസണലായിട്ട് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. അതുപോലെ കഴിക്കാം, സാലഡിലാക്കി കഴിക്കാം, അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നട്ട്സുകൾ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള കാഷ്യൂ നട്ട് ആവാം, അല്ലെങ്കിൽ ബദാം, പിസ്ത പോലെ നട്ട്സുകൾ ഒരു മിതമായിട്ടുള്ള രീതിയിൽ ഉൾപ്പെടുത്തുക. അതിനോടൊപ്പം ഒലീവ് ഓയിൽ നമുക്ക് സാലഡിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കാം. അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ നല്ല കൊഴുപ്പുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അത് നമുക്ക് കുറച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാം. ഇത്തരത്തിൽ ഹൈ പ്രോട്ടീൻ, ഹൈ ഫൈബർ അല്ലെങ്കിൽ ഹൈ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഇതിനോടൊപ്പം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന 3 ഡ്രിങ്ക്സ് ആണ്, ഹെൽത്തി ആയിട്ടുള്ള 3 ഡ്രിങ്ക്സ് ആണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ നമുക്കറിയാം നമ്മുടെ ലിവർ എൻസൈംസിനൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മുടെ ലിവറിൽ കൊഴുപ്പടിയുന്നത് തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ. അല്ലെങ്കിൽ കട്ടൻ കാപ്പി, നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാത്ത കട്ടൻ കാപ്പി, കോഫി നമുക്ക് ഡെയിലി ഒരു ഗ്ലാസ് ഉപയോഗിക്കാം. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ലിവറിൻ്റെ കൊഴുപ്പടിയുന്നതും അതുപോലെ തന്നെ ശരീരത്തിൽ നീർക്കെട്ട്, ഇൻഫ്ലമേഷനൊക്കെ കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കട്ടൻ കാപ്പി. അത് വളരെയധികം നല്ലതാണ്. ഈ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് കോഫി വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ്. ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് ലിവറിലേക്ക് എത്താനും അതുവഴി ലിവറിൻ്റെ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനും കൂടെ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് ബീട്രൂട്ട് ജ്യൂസ്. അതിനോടൊപ്പം നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കുക. ഒരു ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞത് ആഡ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ഇഞ്ചി ചതച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഡാമേജ്, ലിവറിൻ്റെ ഒക്കെ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്തിട്ട് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഈ 3 ഡ്രിങ്കിൽ ഏതെങ്കിലും 1-2 നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതിനോടൊപ്പം ധാരാളം സാധാ പച്ചവെള്ളം കുടിക്കുക. പച്ചവെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് സപ്ലിമെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ലിവറിൻ്റെ ഒക്കെ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലിവറിൻ്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില സപ്ലിമെൻറ്റുകളാണ്. നമ്മൾ വിറ്റാമിൻ ഇ സപ്ലിമെൻറ്റുകൾ കഴിക്കാം, അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ കഴിക്കാം, അല്ലെങ്കിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ കഴിക്കാം. ഈ സപ്ലിമെൻറ്റുകൾ കഴിക്കാത്തവരാണെങ്കിൽ ഇതൊക്കെ ഭക്ഷണത്തിലൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മീനുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് അയില, മത്തി, ചൂര പോലെയുള്ള omega-3 അടങ്ങിയിട്ടുള്ള ഫാറ്റി ഫിഷുകൾ കഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒലീവ് ഓയിൽ കഴിക്കാം. അല്ലെങ്കിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ, അതുപോലെ തന്നെ സൂര്യപ്രകാശം കൊള്ളുക. ഇത്തരത്തിൽ നാച്ചുറലായിട്ട് ഇത്തരം വിറ്റാമിൻസ് കിട്ടാനുള്ള മാർഗങ്ങളോട് സ്വീകരിച്ചാൽ വളരെയധികം നന്നായിരിക്കും. അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് കൂടുതലാണോ നോക്കുക. അതായത് നമ്മൾ ഹൈറ്റിനനുസരിച്ച്
നമ്മൾ വെയിറ്റ് ഓവർ ആണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ BMI എന്നുള്ളൊരു ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മുടെ ഹെൽത്തി വെയിറ്റ് ആണോ എന്ന് നമ്മൾ നോക്കാറുള്ളത്. BMI നോക്കുമ്പോൾ ഹൈറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ് നമ്മൾ BMI നോക്കാറുള്ളത്. അപ്പോൾ അതിലൊരു 25 താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 18 മുതൽ 25 വരെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഹെൽത്തി വെയിറ്റിലാണ് എന്ന് പറയാം. പക്ഷേ 25 മുകളിൽ അല്ലെങ്കിൽ 30 മുകളിലാണെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ബെല്ലി ഫാറ്റ് കൂടുതലാണെങ്കിൽ നമ്മളത് വെയിറ്റ് കുറക്കാനുള്ള മെഷേഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട് സ്വീകരിക്കേണ്ടത്. അതിൽ നമ്മളൊരു 80 കിലോ ഉള്ള ആളാണെങ്കിൽ ഒരു 10% അല്ലെങ്കിൽ 8% കുറക്കാൻ ശ്രദ്ധിക്കുക. ഒരു 8 കിലോ കുറയ്ക്കുക. കൂടുതലായിട്ട് ഓവർ വെയിറ്റ് ലോസ് അല്ല പറയുന്നത്, ഒരു ഗ്രാജ്വലി സാവധാനമായിട്ടുള്ള ഒരു വെയിറ്റ് ലോസ്. പ്രത്യേകിച്ച് 8 കിലോ ഒരു 5 കിലോ ഒക്കെ നിങ്ങൾ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് ബെല്ലി ഫാറ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ ആ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള എക്സസൈസും കൂടെ ഇതിനോടൊപ്പം ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എയറോബിക് എക്സസൈസുകൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യോഗ പോലെയുള്ള മെഡിറ്റേഷൻ രീതിയിലുള്ള മാർഗങ്ങളും കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി പലരും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്. പല വീഡിയോസിൽ നമ്മൾ കാണാറുള്ളത് ഒഴിവാക്കേണ്ടത് കൂടുതലായിട്ട് പറയും, പക്ഷെ കഴിക്കേണ്ടതൊന്നും പറയാറില്ല. അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക. ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആൽക്കഹോൾ, സ്മോക്കിംഗ് അഡിക്ഷൻ ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്തിയാലേ ഫാറ്റി ലിവർ റിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡ്രിങ്ക്സുകൾ, പ്രത്യേകിച്ച് പെപ്സി, കൊക്കക്കോള പോലെയുള്ള ഡ്രിങ്ക്സുകൾ, പ്രത്യേകിച്ച് പെപ്സി, കൊക്കക്കോള പോലെയുള്ള ഡ്രിങ്ക്സുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്താൻ ശ്രദ്ധിക്കുക. പുറമേ നിന്നുള്ള പ്രോസസ്സ് ചെയ്ത അൾട്രാ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് അൾട്രാ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴേക്ക് അത് കഴിക്കാൻ പാകത്തിൽ അതൊരു അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവരിക. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഒരിക്കലും കഴിയില്ല. അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ കഴിക്കുന്നതിൻ്റെ ഒരു ഇടവേള കൂട്ടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പൊരിച്ചതും കരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് നമ്മൾ ഗ്രേവി ആക്കിയിട്ട് കഴിക്കുക. പ്രത്യേകിച്ച് ചിക്കൻ ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, അത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം നമുക്കത് ഗ്രേവി ആക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എണ്ണക്കടികൾ, സ്ഥിരം ട്രെൻഡാണ് ഇപ്പോഴത്തെ ചായയും എണ്ണക്കടികളും. ആ എണ്ണക്കടികൾ മാറ്റിയിട്ട് ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ, പ്രത്യേകിച്ച് മോമോസ് പോലെയുള്ള ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ നമുക്ക് കഴിക്കാം. പക്ഷെ സമൂസ, കട്ട്ലറ്റ്, ചിക്കൻ റോള് പോലെയുള്ള ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഒഴിവാക്കേണ്ടത്. അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷുഗറാണ്. പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒഴിവാക്കുക. ഏറ്റവും നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിസൺ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, പലഹാരങ്ങളാണ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത്. അതുപോലെ അമിതമായിട്ടുള്ള ഉപ്പ്, എരിവൊക്കെ ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. ഒരു മീഡിയം ലെവലിൽ ഉപ്പ് അല്ലെങ്കിൽ എരിവൊക്കെ കുഴപ്പമില്ല. അമിതമായിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ ലിവറിൽ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ അരിയാഹാരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അളവ് കുറക്കുക. അരി ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് അതിൻ്റെ കൂടെ കൂടുതലായിട്ട് പ്രോട്ടീനും ഫാറ്റും ഫൈബറും അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഈ ഒരു രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വളരെ എളുപ്പത്തിൽ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ചില കേസുകളിൽ നമുക്ക് മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗ്രേഡ് 3 ഒക്കെ എത്തിയ കേസുകളിലാണെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ വളരെ ഹൈ ലെവലിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട്. മരുന്നുകൾ കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് കൃത്യമായിട്ട് ആ രോഗിയുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മെഡിസിൻ, പ്രത്യേകിച്ച് ഹോമിയോപ്പതിക് ജർമ്മൻ മരുന്നുകളാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയിലൂടെ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് രോഗികൾക്ക് നമുക്ക് മാസങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് 5-6 മാസങ്ങൾ കൊണ്ട് അവരുടെ വെയിറ്റും കൂടെ പ്രത്യേകിച്ച് പെട്ടെന്ന് കുറയുകയാണെങ്കിൽ ഇത്രയും മാസങ്ങൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫാറ്റി ലിവർ ട്രീറ്റ്മെൻറ്റ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിപ്പോർട്ട്സുകൾ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.